ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ആജിഷാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം കോഴിക്കോട്ടേക്കാണ്. നമ്മളെ കോഴിക്കോടങ്ങാടി അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് അവിടുത്തെ ഫുഡായിരിക്കും അല്ലേ. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഫുഡും ആൾക്കാരും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളുടെ കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എന്ത് തന്നെയായാലും ഞാൻ എന്തിനാണ് പോകുന്നത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വുഡീസിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം ഹാളിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ കൂടി കേൾപ്പിക്കാം. അന്യനായി മാറി ഞാൻ പോയി മറഞ്ഞു കതിരു കാണാക്കിളി എവിടെയോ മാഞ്ഞുപോയി സാന്ത്വനങ്ങൾ വെറുതെ എന്നാലും ഓർമ്മ വന്നിൻ മിഴി നിറഞ്ഞു മിണ്ടുവാൻ കൊതിയുമായ കരൾ പിടഞ്ഞു നീ കാണുമോ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ പിന്നുമീ ഗർഭദം. ഓരോരുത്തരെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഇന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കും, ഇന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കും അല്ലേ. കുറെ പേര് അതുപോലെ തന്നെ ആയിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങനെ ധാരണയൊക്കെ എന്നാണ്. ചില ധാരണകൾ പൊളിച്ചെഴുതേണ്ടി വന്നു, ചിലത് അങ്ങനെ തന്നെ തുടരുന്നു.
തീർച്ചയായിട്ടും നമ്മുടെ അസീസ് ഉണ്ട്. അസീസിന്റെ അടുത്ത് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമുക്ക് ചോദിക്കാം എന്തായാലും അസീസ് എന്തൊക്കെ ഫുഡാണ് അസീസിന്റെ ഹോട്ടലിൽ കൊടുക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഈ വിഷ്വൽ കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ ഒരു ഓർമ്മ യഥാർത്ഥത്തിൽ ചായ മക്കാൻ, അതായത് നമ്മള് പണ്ട് കാലത്ത് എല്ലാവരും കൂടിയിരുന്നിട്ട് ചായ കുടിക്കുന്നത്, അതായത് കടകളിലൊക്കെ ചായ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും അത് കിട്ടുന്നുണ്ട്. കാരണം എനിക്കും സ്വന്തമായിട്ട് ചെറിയൊരു ഹോട്ടൽ ഉള്ളതുകൊണ്ട് വൈകുന്നേര സമയം ഞാനൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പുറത്തുള്ള ആൾക്കാർ ചായ കുടിക്കാനൊക്കെ വന്നിട്ട് അവരിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതിന്റെ കൂടുതൽ ഞാനൊക്കെ ജോയിൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഈ ഒരു വിഷ്വലി ഇന്ന് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. യെസ്, ആ ഒരു ഫീല് തന്നെയാണ് നമ്മളെല്ലാവരും ചായ മക്കാനിയിലൂടെ നമുക്ക് ലഭിച്ച ഒരു ഫീൽ എന്ന് പറയുന്നത് അല്ലെ. ക്ലബ് ഹൗസില് ഒരുപാട് കൂട്ടായ്മകൾ. ഞാൻ എപ്പോഴും മറ്റേതൊരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോഴും ആദ്യം പറയുന്ന ഒരു പേര് അത് ചായ മക്കാനിയുടേതാണ്. കാരണം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരേ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് ചായ മക്കാനി തന്നെയാണ്. കൂടാതെ എന്റെ ചായ മക്കാനി സൗഹൃദങ്ങളും. പറഞ്ഞോളൂ. മൈക്ക് വേണോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് വ്യക്തമായിട്ട് ഞാൻ ഉറപ്പിച്ചും പറയുന്നു. കാരണം ഞാൻ ക്ലബ് ഹൗസിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് 2 ഗ്രൂപ്പാണ്. ഒന്ന്, ഏറ്റവും ആദ്യത്തത് എന്റെ ചായ മക്കാനി, കാരണം ഇത് വേറൊരു വൈബാണ്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ മോഡറേറ്റർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂടെയാണ്. അത് പച്ചമുളകും വാളൻപുളിയും എന്നൊരു ഗ്രൂപ്പാണ്. അവിടെ നടത്തപ്പെടുന്നത് കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മത്സരങ്ങളാണ്. അവിടെയും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അങ്ങനെ അത്രയ്ക്കൊരു വൈബാണ് ചായ മക്കാനി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ റേഡിയോയിലേക്ക് പോകുമ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യും. തലേ ദിവസം ഇരുന്നിട്ട് ഒരു സ്റ്റോറി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് രാവിലെ ആദ്യം ഇത് ഞാൻ പരീക്ഷിക്കുന്നത് ചായ മക്കാനിയിലാണ്. ഈ സ്റ്റോറി ഇവിടെ പറഞ്ഞ് ഇവിടുന്ന് എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഈ സ്റ്റോറി കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഞാൻ റേഡിയോയിൽ എത്തിക്കും. മറ്റേത് ചായ മക്കാനിക്ക് മുന്നേ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഷോ ആണെങ്കിൽ ഞാൻ രാവിലെ ഇരുന്ന് ആ ഷോക്ക് കയറുന്ന 2-3 മണിക്കൂർ മുന്നേ കുറെ പത്രത്തിലെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, കുറെ സോഷ്യൽ മീഡിയ നോക്കണം, കൂടുതൽ സ്റ്റോറി ഉണ്ടാവും. ഒരു സെഗ്മെന്റ് ആണ്. അപ്പം അതിന് കുറച്ച് സമയം മുന്നേ പ്രിപ്പയർ ചെയ്യാറുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. തലേ ദിവസം ഇതിനു വേണ്ടിയിട്ട് കുത്തിയിരുന്ന് ഒരു സ്റ്റോറി എടുക്കുന്നു, ആ സ്റ്റോറി ഞാൻ പഠിക്കുന്നു, ആ സ്റ്റോറി നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് അടുത്ത് ഞാൻ നേരെ റേഡിയോയിലേക്ക് പോകുന്നത്. അത് എനിക്ക് ഇവിടെ നിന്നൊരു വൈബുണ്ട്. ആ ഒരു വൈബാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വൈബ്. ആ വൈബിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും, ഒരുപാട് പാട്ടുകളും മത്സരങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഒത്തിരി സന്തോഷം ആദ്യം തന്നെ ഇന്ന് ഈ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ഈ അവസരം ഞാൻ എന്റെ ഒരു സന്തോഷ നിമിഷം ഒന്ന് ഷെയർ ചെയ്യുന്നു. താങ്ക് യു. Kuruvi,
വാങ്ങാൻ കൈ നീട്ടും, അതിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ നമ്മൾ അടുത്തേക്ക് വരും. ഇതൊക്കെയാണ് 3D കണ്ണാടിയുടെ പ്രത്യേകത. അവതാർ സിനിമ ഉണ്ടോ? അവതാർ സിനിമ ഉണ്ടോ? അത് 3D ഉപയോഗിച്ചാണോ കണ്ടത്? അല്ല, അതാണ്. അപ്പം ഇനി എന്തായാലും 3D ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിലും ആ ഒരു സിനിമ ഒന്ന് കണ്ടേക്കുക. കൊച്ചുകുട്ടിയൊക്കെ വേണ്ടുള്ള സിനിമയാണ് കേട്ടോ സാറക്കുട്ടി. ഇപ്പൊ കാണുമല്ലോ. അപ്പൊ ഇന്ന് തന്നെ പോയിട്ട് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു, കണ്ടേക്ക് കേട്ടോ. ഓക്കെ, ശരി. അപ്പോഴ് നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലെ ഐ തിങ്ക് അത് റഷീദൊക്കെ 2 വെർഷൻ ഇല്ലേ? പഴയ വെർഷനും പുതിയ വെർഷനും ഇല്ലേ? അതെ, 2 വെർഷൻ ഉണ്ട് ആ സിനിമയ്ക്ക്, പഴയ വെർഷനും പുതിയ വെർഷനും. അവിടെ ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ട് 3D കണ്ണാടിയൊക്കെ ഉപയോഗിച്ച് കണ്ടൊരു സിനിമ കൂടെയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പൊ ആ ഒരു ഓർമ്മകളിലേക്ക് കുറച്ച് നമുക്ക് നൊസ്റ്റാൾജിക് മൊമെന്റ്സിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അതിമനോഹരമായ ട്രാക്കൊക്കെയാണ്. നമ്മുടെ സാറക്കുട്ടിയും നമ്മുടെ ഷീന ചേച്ചിയും പെട്ടെന്ന് വായിലേക്ക് ഷീനാത്താന്ന് വന്നു. പെട്ടെന്ന് ഞാൻ വീണ്ടും ഓർമ്മിച്ചു, എന്നിട്ട് പ്രത്യേകം പറഞ്ഞ പുള്ളിക്കാരി ഷീനാത്ത അല്ല ആയിരുന്നേ, ഷീന ചേച്ചി. തീർച്ചയായിട്ടും ഷീന ചേച്ചിയും നമ്മുടെ സാറക്കുട്ടിയും ചേർന്ന് പാടിയ മനോഹരമായ ട്രാക്ക് കഴിഞ്ഞു. ഒരിക്കൽ പോലും മക്കാനിയിൽ രാഷ്ട്രീയം പറയാത്ത, നമ്മളെപ്പോഴും ജാതിയും മതവും രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞാലും, എന്നാൽ ഇനിയും ഷാജി സാഹിബിനെ കണ്ടിട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മക്കാനിയിൽ. അവർ വന്നിട്ട് സാഹിബിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി വരുന്നുണ്ട്. സാഹിബ് കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അത് പറയാനുള്ള വേദിയല്ല ഇത് എന്ന് വടിവത്ത അക്ഷരത്തിൽ അവരോട് പറയുകയും ആരെയും വേദനിപ്പിക്കാതെ ഏത് വിധത്തിലുള്ള ഇപ്പൊ ഈ വേദിയിൽ ഇരിക്കുന്ന 4 പേർക്ക് ചിലപ്പോൾ 3 തരത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും ഉണ്ടാകുക. പക്ഷെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ ഷാജിക മക്കാനിക്ക് ഫുള്ള് സപ്പോർട്ട് ഉണ്ടായിരുന്നു തുടക്കം മുതൽ. നമ്മൾ വിചാരിക്കുക ഇന്ന് കണ്ടില്ലല്ലോ എന്ന്, പക്ഷെ കുമ്പിടിയാണ് കുമ്പിടി. വേറെ പല അക്കൗണ്ടില് താഴെ വന്നിരുന്ന് അച്ഛനെ വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ പോയാലും ഒന്നും കിട്ടില്ല എന്നാണ്, മലബാറിന്ന് മാത്രമേ കിട്ടൂന്നാണ്. അപ്പൊ അത് അവിടെ പോയത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്കങ്ങനെ മലബാർ നിൽക്കുന്നുള്ള കാര്യം തിന്നുന്ന കാര്യത്തിലില്ല. ഇവിടെ നിന്നാലും നമ്മൾ തിന്നു, എവിടെ നിന്ന് കിട്ടിയാലും തിന്നു. മക്കാനിയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭൂഷരത ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ തിരക്കുകളുള്ളവരെ സംബന്ധിച്ചിടത്തോളം തിരക്ക് നമുക്ക് ശീലമാകുന്നുണ്ട്. നമ്മളെപ്പോഴും തിരക്കുണ്ടാവും വിചാരിക്കാം, എങ്ങനെയെങ്കിലും തിരക്കില്ലാതെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്നല്ല. അത് സത്യം പറഞ്ഞാൽ ഈ കൊറോണ നമ്മളെ ശരിക്കൊന്ന് പഠിപ്പിച്ചു. ഒരു പണിയില്ലാണ്ട് വീട്ടിലിട്ട് തുടങ്ങിയപ്പോഴാണ് പണീൻ്റെ സുഖം മനസ്സിലായത്. അത് അവർ എവിടെയും പോകാനുമില്ല, ആകെ ഒരു തരം ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് മക്കാനി തുറക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ പാട്ടുകൾ, അതും എനിക്ക് തോന്നുന്നത് റസീസാണെന്ന് തോന്നുന്നത് പിന്നെ മുംബൈക്കാൻ്റെ പാട്ട് പാടുമ്പോഴാണ് എന്നെ കേൾവി വരുന്നത്. അപ്പോൾ തരക്കടില്ല, പാട്ടും പറയലും കഥയും കവിതയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയാണ് മക്കാനിയിൽ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത്. പിന്നെ പറഞ്ഞു രാഷ്ട്രീയമില്ല, മതം പറയില്ല. അപ്പം അത് സൗഹൃദത്തിൻ്റെ കൂട്ടായ്മകൾ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാഷ്ട്രീയം പറയേണ്ട സ്ഥലമുണ്ട്, മതം നമ്മൾ പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന രീതികളുണ്ട്. അതിലെല്ലാത്തിനും ഉപരിയായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അങ്ങനെ ഒരു കൂട്ടായ്മയെക്കുറിച്ച് മക്കാനി പറഞ്ഞു തുടങ്ങിയത്. അപ്പം അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ഞാൻ അഷ്റഫിനോടും അതുപോലെ തന്നെ അച്ഛനോടൊക്കെ ചോദിക്കുകയും നമ്മളിങ്ങനെ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, കാരണം വെച്ചാൽ ഓരോരുത്തർ കയറിയിട്ട് നേരത്തെ പറഞ്ഞു നമ്മള് നാസർക്കനെ കോട്ടയത്ത് നാസർക്കനെ ക്ഷണിക്കുന്നു. നാസർക്ക് ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. നാസർക്ക് ഒരു പൊന്നാട അണിയിക്കുന്നതായിരിക്കും മക്കാനിയുടെ വകയായിട്ട്. ഒത്തിരി സന്തോഷം നാസർക്ക, താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമ്മുടെ സ്വന്തം
എനിക്ക് റഷീദിക്കോട് പറയാനുള്ളത് എന്താ പറയാ, എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു അച്ഛൻ, കോട്ടയത്തെ ഒരു അച്ഛൻ, പ്രസാദ് എന്നാണ് പേര്. അവര് മരിച്ചിട്ട് ഏകദേശം 5 വർഷമായി. അപ്പം പ്രസാദ് ഏട്ടന്റെ വോയിസും അച്ഛന്റെ വോയിസും സെയിം ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ വേറൊരു റീസണും കൂടിയാണ് അത് ചായമാക്കാനില് സ്റ്റേജ് ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെ ഇതില് ബിഗ് സല്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ അഷ്റഫ്ക്കാണ്. കാരണം വെച്ചാൽ എന്താ പറയാ, ഒരുപാട് ആൾക്കാരെ ഒരു വഴിയിൽ കോർത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെയൊന്നും ആർക്കും പറ്റൂല. സത്യമായിട്ടും ഒരാൾക്കും പറ്റൂല. ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത് പറ്റുന്നു. അഷ്റഫ്ക്കാർക്ക് മാത്രമേ അത് പറ്റൂ. നിങ്ങൾ പരിപാടിയൊക്കെ കണ്ടല്ലോ. നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചൊക്കെ അടവാണ്. കൊറോണ കാരണം മൊത്തത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. പോലീസും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊറോണ കാരണം നമുക്ക് നമ്മളുടെ നല്ല നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് പഴയ ആ ഓർമ്മകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ദാ നമ്മുടെ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ പരിപാടിയൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഗാനം പാടിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്ത സൂഫി ഗായകൻ അഷ്റഫ് ഹൈദ്രോസ്റ്റിയാണ്. എല്ലാ മനുഷ്യരിലും ഈശ്വരന്റെ ഒരു അംശമുണ്ട്. സോ ദോ ബൈ ഏകീകരണം, രണ്ടിനും ഒരേ വർണ്ണമുണ്ട്. ഈശ്വരന്റെ എല്ലാ സാന്നിധ്യവും എല്ലാ ചരാചരങ്ങളിലും
Sabji
ഒറ്റപ്ലാക്കൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ടോ? ഓക്കെ. ഒരു വൈദികൻ യേശുവിൻ്റെ പ്രതിപുരുഷനാണ്. യേശുവിൻ്റെ പ്രതിപുരുഷൻ ആക്സിഡന്റ് ധരിക്കുന്നത് ഒരൽപ്പം കടന്ന കയ്യിലെ കൊണ്ടോടി. ഇവരെ തുറച്ചു വായിക്കുന്നത് നിങ്ങളാരെങ്കിലും കേൾക്കുന്നു? നീ ഒന്ന് വായിച്ച് ഞാനൊന്ന് കേൾക്കട്ടെ. ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുള്ളൊരു നടനാണ്. തീർത്തും പ്രതീക്ഷിക്കാതെ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ വിളിച്ചു പോയ ഒരു നടനാണ്. KTS പടനയിൽ എന്ന് പറയുന്ന നടൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. സന്തോഷം. അപ്പോൾ എന്തായാലും ഈ ഒരു ചായമക്കാനിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു അതിഥിയായിട്ട് കടന്നു വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി പുറത്തിറങ്ങാനുള്ളത് റഷീദ് തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പൈൻ മരങ്ങളുടെ നാട്ടിൽ എന്നാണ് ആ സിനിമയുടെ പേര്. അത് വലിയൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. പിന്നെ അനൂപ് മേനോൻ നായകനായിട്ടുള്ള പത്മ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ ഇന്ന സീന് വരുമ്പോൾ ഒന്ന് കൈയടിക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ തിയേറ്ററൊക്കെ എന്ന് തുറക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ OTT കാണുമ്പോൾ വീട്ടിൽ നിന്ന് വെറുതെ എല്ലാവരും കൂടെ കൈയടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഇതിൻ്റെ വലിയ വലിയ മെഗാ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കോഴിക്കോടിൻ്റെ ഭംഗിയും നല്ല സുഹൃത്തുക്കളെയും നല്ല നല്ല കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മൾ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.